തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്ന് പുറത്തു വന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു പ്രവൃത്തി ദിനത്തിൻ്റെ അന്ത്യത്തിലോ അതോ ഒരു അവധി ദിവസത്തിൻ്റെ ശാന്തതയിലോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒന്ന് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടൽ ചെറുതല്ല. തിരുവള്ളൂരിലെ ഒരു സീ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ നടന്ന അമോണിയ ഗ്യാസ് ചോർച്ച നമ്മുടെ വ്യവസായ മേഖലകളിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്. 7 പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും 60-ലധികം പേർ ചികിത്സയിലുമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു ഫാക്ടറിക്കുള്ളിൽ എങ്ങനെയാണ് മരണത്തിൻ്റെ വാതകം പകർന്നത്? ജൂൺ 21-നാണ് ഈ ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തിരുവള്ളൂരിനടുത്തുള്ള പെരിയപാളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് പോൾ സീ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സ് എന്ന സ്വകാര്യ ഫാക്ടറിയിലാണ് ഈ വാതക ചോർച്ച ഉണ്ടായത്. സീ ഫുഡ് അഥവാ കടൽ വിഭവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ തണുപ്പിക്കൽ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന അമോണിയ ഗ്യാസ് അപ്രതീക്ഷിതമായി ചോർന്നതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. ഏറ്റവും വേദനാകരമായ കാര്യം എന്തെന്നാൽ ഇത് നടന്നത് ഒരു ഞായറാഴ്ചയാണ്. പല തൊഴിലാളികൾക്കും അന്നേ ദിവസം അവധിയായിരുന്നു. ഫാക്ടറി വളപ്പിൽ തന്നെയുള്ള താമസ സ്ഥലത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഏകദേശം 120ഓളം അതിഥി തൊഴിലാളികളാണ് അവിടെ താമസിച്ചിരുന്നത്. അസമിൽ നിന്നും ഒഡീഷയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമൊക്കെ ജീവിതം തേടി തമിഴ്നാട്ടിലേക്ക് കുടിയേറിയവരായിരുന്നു അവർ. അപ്രതീക്ഷിതമായി വന്ന വാതകം അവരുടെ ശ്വാസകോശത്തെ കീഴ്പ്പെടുത്തി. ശ്വാസം കിട്ടാതെ പലരും പിടഞ്ഞു വീണു. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയിലായിരുന്നു പലരെയും കണ്ടെത്തിയത്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പെരിയപാളയം പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും ആരോഗ്യവകുപ്പും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. വിവരമറിഞ്ഞ ഉടൻ തന്നെ അരക്കോണത്തെ NDRF സംഘത്തെയും സ്ഥലത്ത് വിന്യസിച്ചു. കെമിക്കൽ, ബയോളജിക്കൽ, റേഡിയോളജിക്കൽ, ന്യൂക്ലിയർ വിഭാഗത്തിൽപ്പെട്ട വിദഗ്ധരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഏകദേശം 67 തൊഴിലാളികളെയാണ് ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിർഭാഗ്യവശാൽ ഇതിൽ 7 പേർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടമായി. മരിച്ചവരിൽ മിക്കവരും ചെറുപ്പക്കാരായ സ്ത്രീകളാണ്. ഒഡീഷ സ്വദേശികളായ ജുമാനി ജുവാങ്, മലോത്തി എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചികിത്സയിലുള്ളവരിൽ പലരുടെയും നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്നു. മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ മൃതദേഹങ്ങൾ സ്വന്തം നാടുകളിലെത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും ചെയ്തു നൽകി. ഇതൊരു ചെറിയ അപകടമല്ല, മറിച്ച് ഗുരുതരമായ വീഴ്ചയാണെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഡയറക്ടർ, മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗം, ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇടക്കാല റിപ്പോർട്ടും 3 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായ റിപ്പോർട്ടും നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാക്ടറി ഉടമകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയായിരിക്കും അന്വേഷണത്തിൽ പ്രധാനമായും പരിശോധിക്കുക. ഈ സംഭവം നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ലാഭത്തിന് മുകളിൽ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് സ്ഥാനമുണ്ട്. ഫാക്ടറിക്കുള്ളിൽ തന്നെ താമസ സൗകര്യം ഒരുക്കുമ്പോൾ ഇത്രയും അപകടകരമായ വാതകങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം കർശനമായിരിക്കണമെന്നത് നമ്മൾ തിരിച്ചറിയണം. തൊഴിൽ നിയമങ്ങളുടെയും സുരക്ഷാ ചട്ടങ്ങളുടെയും ലംഘനം ഇത്തരം ദാരുണമായ അവസ്ഥകളിലേക്ക് നമ്മളെ എത്തിക്കുന്നു. 7 പേരുടെ സ്വപ്നങ്ങളാണ് ഒരു വാതക ചോർച്ചയിൽ അലിഞ്ഞു തീർന്നത്. അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ഇനി ഒരിക്കലും ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ ഇടയാകരുത്. ഭരണകൂടവും ഫാക്ടറി ഉടമകളും ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിക്കാം.